കഴിഞ്ഞ വീഡിയോയിൽ JFTയുടെ ID ക്രിയേഷനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തവണ നമുക്ക് JFTയുടെ എക്സാം എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് നോക്കാം. October 3 JFTയുടെ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് എക്സാം രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. സെയിം സൈറ്റിൽ തന്നെ കയറിയിട്ട് നമുക്ക് ID ക്രിയേറ്റ് ചെയ്ത ഏത് സൈറ്റിലാണോ ആ സൈറ്റിൽ തന്നെ കയറിയിട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തപ്പോൾ പേജ് കുറച്ച് ബിസിയാണ്. അതെല്ലാവരും എക്സാം രജിസ്റ്റർ ചെയ്യാൻ കയറുന്ന സമയത്ത് സൈറ്റിങ്ങിന് ഇടയ്ക്ക് ബിസി ആവാറുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഒരു 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് അത് വന്നോളും, പെട്ടെന്ന് തന്നെ ഇതായിക്കോളും. സോ അത് കഴിഞ്ഞാൽ നേരെ വരുന്ന പേജ് നമ്മുടെ പ്രോമെട്രിക് ID ആണ്. സോ ആ IDയും നമ്മൾ അന്ന് രജിസ്റ്റർ ചെയ്തപ്പോൾ ഉപയോഗിച്ച പാസ്വേഡും കൊടുക്കുന്നുണ്ടെങ്കിൽ റിസർവ്ഡ് ടെസ്റ്റ് വന്നിട്ടുണ്ട്. ആ റിസർവ് ടെസ്റ്റിൽ നിങ്ങൾക്ക് നോക്കാം എത്ര വരെയുള്ള ഡേറ്റുകൾ നമുക്കതിൽ ബുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആ ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് അടുത്ത പേജിലേക്ക് വരുമ്പോൾ. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം വായിച്ച് നോക്കി എഗ്രി കൊടുക്കുക. ദെൻ എഗ്രി ആൻഡ് കണ്ടിന്യൂ പ്രസ് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകും. ഈ നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നത് നമ്മൾ ഈ കൊടുത്ത എല്ലാം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അത് കൺഫേം ചെയ്ത് ഓക്കെ ആണ്, ഡീറ്റെയിൽസ് എല്ലാം ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് കൊടുത്ത അടുത്ത പേജിൽ ഈ പേജിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഏതാണ് നിങ്ങളുടെ കൺട്രി, നാഷണാലിറ്റി, അതുപോലെ തന്നെ ലാംഗ്വേജ്, ദെൻ പഠിച്ച ബുക്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. SSWൻ്റെ എക്സാം ഏതാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. കെയർ വർക്കർ ആണെങ്കിൽ അത് എഴുതുക. ലാംഗ്വേജ് സ്റ്റഡി ചെയ്തത് ഓവർ 300 hours തന്നെ വെക്കണം. ദെൻ ഇറോദൊരി, അതുപോലെ തന്നെ മിന്നാനോ നിഹോങ്കോ കുറേ ബുക്കുകൾ പറഞ്ഞിട്ടുണ്ട്, അത് കൊടുക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാ പഠിച്ചതെന്നുള്ളതുണ്ട്, അതൊന്നും ഞാൻ മാൻഡേറ്ററി അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത്രയും കൊടുത്ത് ഓക്കെ കൊടുത്തുമ്പോൾ കൺഫർമേഷനിലേക്ക് പോകും. അത് കഴിഞ്ഞ് നേരെ ഡേറ്റിൻ്റെ പേജിലേക്കാണ് വരുന്നത്. സോ ഈ ഡേറ്റിൻ്റെ പേജിൽ ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് ഏതാണെന്നുള്ള അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് എനിക്ക് കലണ്ടറിലേക്ക് പോകാം. സൈറ്റിൽ നിങ്ങൾ കലണ്ടർ കണ്ടില്ലായിരുന്നു. സോ കലണ്ടറിലേക്ക് പോയിട്ട് അതിൽ നിന്നും ഡേറ്റ് ചൂസ് ചെയ്തതിന് ശേഷം സെർച്ച് കൊടുക്കുക. കൺട്രി ചൂസ് ചെയ്ത് കൊടുക്കുക. വെന്യൂ നെയിം എവിടെയാണ്, നേരെ നമുക്ക് കൺട്രി ഏതാണെന്നുള്ളത് ഇന്ത്യ ചൂസ് ചെയ്ത് കൊടുക്കുക. വെന്യൂ ബാംഗ്ലൂർ ആണെങ്കിൽ ബാംഗ്ലൂർ, ഞാനിപ്പം ബാംഗ്ലൂരാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ബാംഗ്ലൂർ അടിച്ച് സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അന്നത്തേക്ക് ഡേറ്റ്, ഇപ്പോൾ 17-ാം തീയതിയാണ് ഞാൻ കൊടുത്തേക്കുന്നത്, അന്നത്തേക്ക് ഡേറ്റ് അവൈലബിൾ അല്ല. സോ വേറൊരു ഡേറ്റ് എടുത്ത് കലണ്ടറിൽ തന്നെ സെയിം കലണ്ടറിൽ 15-ാം തീയതി അടിച്ച് നോക്കാം നമുക്ക്. 15/10/2024. ഇത് 24/11 വരെയാണ്, അതായത് November 24 വരെയാണ് നമുക്ക് എക്സാമിന് ഡേറ്റ്. ഇതിൽ നിന്നും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ടൈം ചൂസ് ചെയ്ത് കൊടുക്കുക. നേരെ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. ക്രെഡിറ്റ് കാർഡ് കൊടുക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുത്ത് നേരെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇതിലൊരു എമർജൻസി നമ്പറുണ്ട്, നിങ്ങളുടെ തന്നെ പേഴ്സണൽ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിരുന്നാൽ മതി. അത് കൊടുത്ത് നെക്സ്റ്റ് പേജിലേക്ക് പോകണം. ഓക്കെ, സോ നെക്സ്റ്റ് പേജിലേക്ക് വന്ന് ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുത്ത് നെക്സ്റ്റ് പേജ് കൊടുത്ത് പേയ്മെൻറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ SSWൻ്റെ എക്സാം രജിസ്റ്റർ ആവും. നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് SSW അല്ല, JFTയുടെ പേയ്മെൻറ്റ് വരുന്നത് നോക്കി 3,540 ആണ് പേയ്മെൻറ്റ് വരുന്നത്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു പ്രൊസീജിയേഴ്സ് ഫുള്ള് കഴിഞ്ഞ് നേരെ നിങ്ങൾക്ക് വീണ്ടും ബാക്ക് ഇറങ്ങിയിട്ട് SSWൻ്റെ എക്സാമിന് ഇതുപോലെ തന്നെ സെയിം പ്രൊസീജിയേഴ്സാണ് SSWൻ്റെ എക്സാമിനും രജിസ്റ്റർ ചെയ്യാം. ക്രെഡിറ്റ് കാർഡിലാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത്, അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം.